السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികൾ, പരിശുദ്ധ റമദാൻ ഇന്ന് 3-ാം രാവാണ്. നാം നോറ്റ 2 നോമ്പുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ. ഇനിയുള്ള നാളുകളിൽ നല്ല ഇഖ്ലാസോടെ തന്നെ നോമ്പനുഷ്ഠിക്കാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റമദാന് കൊണ്ട് വിജയിച്ചവരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ലത്തീഫ് എന്ന നാമം മഹാന്മാർ പഠിപ്പിച്ച അദദിൽ നമുക്ക് ചൊല്ലണം. അങ്ങനെ ചൊല്ലി വന്നാൽ അദ്ദേഹത്തിന്റെ സർവകാര്യങ്ങളിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ടാകുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായ ഒരു പ്രയാസവും അദ്ദേഹത്തിന്റെ മരണം വരേക്കും അദ്ദേഹത്തിന് വരില്ല. സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്ക് നാൾ അദ്ദേഹത്തിന് വരുമെന്ന്, നാൾക്ക് നാൾ വർദ്ധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അത്രയും മഹത്വമുള്ള മുജറബായ അത്ഭുത നാമമാണ് ലത്തീഫ് എന്ന അല്ലാഹുവിന്റെ മഹത്തായ നാമം. അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ 129 തവണ ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല സ്വീകരിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ ലത്തീഫ് യാ അല്ലാഹ്, 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 യാ ലത്തീഫ് യാ അല്ലാഹ്.
يا لطيف يا الله 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 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി ഇസ്തിഗ്ഫാർ ചൊല്ലണം. എല്ലാവരും പരിശുദ്ധ റമളാനിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. പരിശുദ്ധ റമളാൻ മാസം തീരുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളൊക്കെയും റബ്ബ് പുറത്തു തരണം. റമളാൻ വന്നിട്ടും പാപങ്ങൾ പൊറുക്കാതെ റമളാനെങ്ങാനും വിട പറഞ്ഞു പോയാൽ നമ്മെക്കാളേറെ അതഭാഗ്യർ നമുക്ക് വേണ്ടി പരിശുദ്ധ റമളാൻ വിരുദ്ധമായി സാക്ഷി നിൽക്കും. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ചേർക്കാതെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ റമളാന് നമുക്ക് വേണ്ടി ആഖിറത്തിൽ നമുക്ക് വേണ്ടി അവിടെ സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ നമുക്ക് നേരായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ റമളാനിനെ നമ്മുടെ റമളാനുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. റമളാനുകളിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. ധാരാളം തൗബ നമുക്ക് നടത്താൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലി ആഖിറം വെളിച്ചമാക്കാൻ ദുനിയാവിൽ ഇസ്സത്തോടെ ജീവിക്കാൻ ഇസ്തിഗ്ഫാർ എന്നുള്ളത് പാവങ്ങൾ മാത്രമല്ല റബ്ബ് പുറത്തു തരുക, നമ്മുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരും. നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും. നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾ തീർന്നു കിട്ടും. നമ്മുടെ ടെൻഷനുകൾ അല്ലാഹു തആല നീക്കിത്തരും. അത്രയും മഹത്വമുള്ള വിഷയമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടെ തന്നെ എന്റെ കൂടെ 33 തവണ എല്ലാവരും ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. استغفروا ربكم إنه كان توابا استغفر الله العظيم استغفر الله العظيم استغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അളീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി തഹ്ലീൽ ചൊല്ലണം. എല്ലാവരും എൻ്റെ കൂടെ 33 തവണ വീതം തഹ്ലീൽ നല്ല ഇഖ്ലാസോടെ തന്നെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല നമുക്ക് തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 لا إله إلا الله. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി പരിശുദ്ധ റമളാനിൽ 30 നാളുകളിൽ ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ച അതിമഹത്തായ ദിക്ർ നമുക്ക് ചൊല്ലണം. എല്ലാവരും എൻ്റെ കൂടെ ആ മഹത്തായ ദിക്ർ എല്ലാവരും ഏറ്റു ചൊല്ലുക. ഒരുപാട് മഹത്വങ്ങൾ ആ ദിക്ർ ചൊല്ലുന്നത് വഴി അല്ലാഹു തആല നമുക്ക് തന്നിരിക്കും. അത്രയും മഹത്വമുള്ള ദിക്റാണ്. പ്രത്യേകിച്ച് റമളാനിൽ നമുക്കൊറ്റ ദിക്ർ ചൊല്ലിയാൽ എത്ര പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോടെ തന്നെ
33 തവണ വീതം എന്റെ കൂടെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. നമുക്കിനി
അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കണം. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ധാരാളമായി അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കണം. അങ്ങനെ നമുക്ക് ധാരാളം റഹ്മത്ത് ചോദിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റഹ്മത്തിന്റെ 10 ആദ്യ 10. ഈ 10 ദിനങ്ങളിൽ അള്ളാഹുവിനോട് ധാരാളമായി നിരന്തരമായി വരും. നിസ്കാരങ്ങൾക്ക് പിറകെ മാത്രം ചൊല്ലിയാൽ പോരാ. അതല്ലാത്ത സമയങ്ങളിൽ ധാരാളമായി അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചിരിക്കും. അവൻ അർഹമുർ-റഹീമാണ്. അർഹമുർ-റഹീമായ റബ്ബിന്റെ റഹ്മത്ത് നമുക്ക് ലഭിച്ചാൽ പിന്നെ ദുനിയാവും ആഖിറവും വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് ജയിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് ജയിക്കാൻ ഒരു മാർഗവുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമുക്കുള്ള ജയം, നമുക്കുള്ള വിജയം. അള്ളാഹു തആല അവന്റെ റഹ്മത്ത് ലഭിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم ارحمني يا أرحم الراحمين. 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി സ്വലാത്തു സആദ ചൊല്ലണം. സ്വലാത്തു സഹാദയുടെ മഹത്വം നമുക്കൊക്കെയും അറിയാം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അദ്ദേഹത്തിന് 6 ലക്ഷം മറ്റു സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു സ്വലാത്താണ് സ്വലാത്തു സആദ. ഈ സ്വലാത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് വിജയത്തിന്റെ സ്വലാത്താണ്, വിജയിക്കാനുള്ള സ്വലാത്ത്. സആദത്തുദ്ദാറീൻ, ഇരുലോകത്ത് വിജയിക്കാൻ നമുക്ക് പറ്റിയ മുന്തിയ സ്വലാത്താണ് ഈ സ്വലാത്ത്. എല്ലാവരും എന്റെ കൂടെ 11 തവണ വീതം ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി സ്വലാത്തുൽ കമാലിയ ചൊല്ലണം. സ്വലാത്തുൽ കമാലിയ ഒറ്റത്തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിന് 14 കോടി സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ ഓരോ ഫർള് നിസ്കാരങ്ങൾക്കു ശേഷം അവർ 10ഉം അതല്ലാത്ത സമയങ്ങളിൽ 100ഉം അതിനേക്കാളേറെ അവർ പതിവാക്കിയ അതിമഹത്തായ സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ എന്നുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 തവണ വീതം എല്ലാവരും ഏറ്റുചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കനി സ്വലാത്തു നാരിയ ചൊല്ലണം. നാരിയത്തു സ്വലാത്ത് സർവ്വവിധ ആവശ്യങ്ങൾ അല്ലാഹു തആല പൂർത്തിയാക്കി തരാൻ കാരണമാകുന്ന അതിമഹത്തായ സ്വലാത്താണ് സ്വലാത്തു നാരിയ. ഒരുപാട് മഹത്വമുള്ള ഒരു സ്വലാത്താണ്. അതുകൊണ്ട് എല്ലാവരും 11 തവണ വീതം എന്റെ കൂടെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب
وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد تنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ബഹുമാനികൾ എല്ലാവരും ഇനി പ്രാർത്ഥനയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾക്കുള്ള ഉദ്ദേശങ്ങൾ, നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ, നിങ്ങൾക്കുള്ള സർവ്വ കാര്യങ്ങൾ മനസ്സിൽ കരുതി ആവണം ആമീൻ ചൊല്ലേണ്ടത്. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമുക്ക് വേണ്ടി ഗുണമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ചൊല്ലിയ ദിക്റും സ്വലാത്തുകൾ, ഖുർആനോത്തുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سجدا يا صمدا يا തമ്പുരാനെ പടച്ച റബ്ബേ നാം ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനോത്തുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മക്കള്, പേരമക്കള്, അവിടുത്തെ ഭാര്യന്മാർ, മാതാപിതാക്കൾ, അവിടുത്തെ ചിത്താദീങ്ങൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾ അല്ലാഹ്, പ്രത്യേകിച്ച് പലസ്തീനിൽ ഗസയിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹ്, അവർക്കുള്ള ദറജ നീ ഉയർത്തണം റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നോമ്പുകൾ നീ സ്വീകരിക്കണം അല്ലാഹ്. നമ്മുടെ ദിക്ർ, സ്വലാത്ത്, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അല്ലാഹ്, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, മക്കള്, കുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠ അനുജന്മാർ, പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, ശിഷ്യന്മാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, അല്ലാഹ്, കൂടെ ദിക്റും സ്വലാത്തും ചൊല്ലുന്ന പാവപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു വെച്ച എല്ലാ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലാ, നീ മാപ്പ് ചെയ്യണമല്ലാ, നീ റഹ്മത്ത് ചെയ്യണമല്ലാ, നീ ബറക്കത്ത് ചെയ്യണമല്ലാ. അല്ലാഹുവേ, സലീമായ കൽബ് നൽകണം റഹ്മാനെ. വിജയിച്ച മനസ്സിന്റെ ഉടമകളാക്കണം അല്ലാഹ്. അല്ലാഹ്, സലാമത്തിന്റെ വഴി നമുക്ക് നീ മുമ്പിൽ തുറന്നിട്ട് തരണം റഹ്മാനെ. സാമ്പത്തികമായി നമുക്ക് നീ നാൾക്ക് നാൾ അഭിവൃദ്ധി നൽകണമല്ലാഹ്. ഇസ്സത്തുള്ള ജീവിതം നൽകണം റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാനെ. ഭാര്യ, മക്കള്, കുടുംബാദികൾ എല്ലാത്തിലും അല്ലാഹ്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വാഹനങ്ങളിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണമല്ലാഹ്. നീ സന്തോഷം നിലനിർത്തണം റഹ്മാനെ. സലീമായ കൽബ് നൽകണമല്ലാഹ്. സദ്സ്വഭാവികളാക്കണം റഹ്മാനെ. എല്ലാ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമല്ലാഹ്. കളവ് പറയുന്ന നാവാക്കല്ലയല്ലാഹ്. ഹറാമു ചിന്തിക്കുന്ന മനസ്സാക്കല്ലയല്ലാഹ്. ഹറാമു കാണുന്ന കണ്ണാക്കല്ലയല്ലാഹ്. ഹറാമിലേക്ക് നടക്കുന്ന, ഹറാമിലേക്ക് സ്പർശിക്കുന്ന കൈകാലുകളാക്കല്ലയല്ലാഹ്. നല്ലത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം കണ്ട്, നല്ലത് മാത്രം പഠിച്ച്, നല്ലത് മാത്രം പ്രചരിപ്പിച്ച് നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹ്, നാം നോറ്റ നോമ്പുകൾ നീ സ്വീകരിക്കണമല്ല. നല്ല കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പരിഹരിച്ച് നീ സ്വീകരിക്കണമല്ല. നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണമല്ല. ഈ ചൊല്ലിയ ദിക്റും സ്വലാത്തിന്റെ കാരണത്താൽ നമുക്ക് ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് നൽകണം റഹ്മാനെ. അവിടത്തോടുള്ള ഇഷ്ക് നൽകണം റഹ്മാനെ.
ജീവിതത്തിൽ പലതവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലെത്താൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലാ. പരിശുദ്ധ റമളാനിൽ തന്നെ നമുക്കെത്താൻ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാ, നല്ല നല്ല നാളുകൾ വരുമ്പോൾ, നല്ല നല്ല മാസങ്ങൾ വരുമ്പോൾ നമുക്ക് ധാരാളം നന്മകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. നമ്മുടെ മനസ്സിൽ ആരോടും വെറുപ്പ് തരല്ലേ അല്ലാ, പക തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, കിബർ തരല്ലേ അല്ലാ, വഞ്ചനയുടെ ബുദ്ധി തരല്ലേ അല്ലാ, ഗൈബത്ത് നമീമത്ത് പറയുന്നവരാക്കല്ലേ അല്ലാ, ഹസദ് വെച്ച് നടക്കുന്നവരാക്കല്ലേ അല്ലാ, ഫിത്നക്കാരാക്കല്ലേ അല്ലാ. സൽസ്വഭാവികളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ. ഹസ്നുൽ ഖുൽഖ് നൽകണമല്ലാ, സൽസ്വഭാവം നൽകണമല്ലാ. അല്ലാഹുവേ, സൽസ്വഭാവം നൽകണം റഹ്മാനെ. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കണം റഹ്മാനെ. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കണം റഹ്മാനെ. എല്ലാ സാഹിരീങ്ങളുടെ സിഹ്റിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാ ഹസദീങ്ങളുടെ ഹസദിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാ ളാലിമീങ്ങളുടെ ളുൽമിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാ സാഹിരീങ്ങളുടെ സിഹ്റിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണമല്ലോ. ഞങ്ങളെ നീ എവിടെയും നീ ഫളിയത്താക്കല്ലേ അല്ലാ, നാണക്കേടിലാക്കല്ലേ അല്ലാ. ഇസ്സത്തിന് കുറവ് വരുത്തുന്നൊരു പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ നീ വരുത്തല്ലേ അല്ലാ. നീ തന്ന അവയവങ്ങൾ നല്ലതിന് വേണ്ടി മാത്രം ചെലവഴിച്ച്, നല്ലത് മാത്രം പ്രവർത്തിച്ച്, നല്ലത് മാത്രം കണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ജീവിതത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. അവിടുത്തെ പൂമുഖം നമുക്ക് ഉറക്കിലും ഉണർവിലും പലവട്ടം കാണിച്ചു തരണം റഹ്മാനേ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവർക്ക് നല്ല വീട് നൽകണമല്ല. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ല. ഉള്ള ജോലിയിൽ ഉള്ള കച്ചവടങ്ങളിൽ ബറക്കത്തും അഭിവൃദ്ധി നൽകണം റഹ്മാനെ. സമാധാനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമം പറഞ്ഞവർക്ക് നല്ല മക്കളെ നൽകണമല്ല. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ സ്വാലിഹത്തന്മാരിൽ പെടുത്തണമല്ല. അല്ലാ, വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കളുണ്ട്. അനുയോജ്യ ഇണകളെ കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണമല്ല. ഐക്യത്തിലായി ഒത്തൊരുമയിലായി മരണം വരേക്കും ജീവിക്കാൻ ഓരോ ഭാര്യ ഭർത്താക്കന്മാർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. പല ജാതി രോഗങ്ങൾ മനുഷ്യനെ പിടിപ്പെടുന്ന കാലമാണ്. അല്ലാഹ്, ഏത് രോഗമാണെങ്കിലും നീ ഷാഫിയാണല്ലോ. നീ ശിഫ നൽകണമല്ലോ. ആജിലായ തഹമായ ശിഫ നൽകണമല്ലോ. അത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ നീ ശിഫ നൽകണമല്ലോ. തുടച്ചു മാറ്റണമല്ലോ. ആണുക്കളെ നീ തുടച്ചു മാറ്റണം റഹ്മാനെ. തുടച്ചു മാറ്റണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹ്, മരണം വരേക്കും ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിശുദ്ധ മദീനയിലേക്കും എത്തിപ്പിച്ച് അവിടെ ചെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിൽ വെച്ച് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. അല്ലാ, പരിശുദ്ധ മദീനയിൽ വെച്ച് മരിക്കാൻ നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. يا أرحم الراحمين.
يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.